ഇവിടെ ബഹുമാനപ്പെട്ട സുഹൃത്ത് അബിൻ പറഞ്ഞതുപോലെ താഴെ ഇറങ്ങാൻ പോകുന്ന ഒരു ഗവൺമെന്റ് പ്രഖ്യാപിച്ചെന്ന് 2021 ഇതേപോലെ തന്നെ തോമസ് ഐസക് ബജറ്റ് അവതരിപ്പിച്ചത് ഇതിലും വലിയ ശബ്ദത്തിൽ അബിനും കൂട്ടരും പറഞ്ഞതാണ് താഴെ ഇറങ്ങാൻ പോകുന്ന ഗവൺമെന്റ് അവതരിപ്പിച്ച അവസാന ബജറ്റ് എന്ന്. അതിനുശേഷം ഇത് 6ാമത്തെ ബജറ്റാണ് തുടർച്ചയായിട്ട് അതായത് LDFന്റെ തുടർച്ചയായിട്ടുള്ള 10ാമത്തെ ബഡ്ജറ്റാണ്. ഇനി 15ാമത്തെ ബഡ്ജറ്റ് അവതരിപ്പിക്കുകയും അബിന് വന്ന് ഇതുപോലെ തന്നെ പറയാം. 20ാമത്തെ ബഡ്ജറ്റിനും അങ്ങനെ പറയാനുള്ള അവസരമുണ്ട്. ഇവിടെ ഏതെങ്കിലും ഒരു മേഖലയെ, ഏതെങ്കിലും ഒരു വിഭാഗം ജനതയെ ഈ ബജറ്റ് അഡ്രസ് ചെയ്തില്ല, 2 മണിക്കൂർ 53 മിനിറ്റ് കൊണ്ട് അഡ്രസ് ചെയ്തില്ല എന്ന് ചൂണ്ടിക്കാണിക്കാൻ ഏതെങ്കിലും ഒരു മേഖലയുണ്ടോ? ഏതെങ്കിലും ഒരു സമൂഹമുണ്ടോ? ഇപ്പൊ പട്ടികവർഗത്തിൽ തന്നെ ഇതുവരെ നമ്മൾ കേൾക്കാത്ത 3 പേര് ഇവിടെ പറഞ്ഞു. നിങ്ങൾ നോട്ട് ചെയ്തിട്ടുണ്ടാവും. അത് വേടൻ, നായാടി, ചക്ലിയാർ. ഞാൻ ചക്ലിയാർ വിഭാഗത്തിന്റെ നമ്മളധികം ചർച്ച ചെയ്തിട്ടുള്ളൂ. അതായത് എല്ലാ വിഭാഗം ആളുകളെയും ടച്ച് ചെയ്തിരിക്കുകയാണ്. ഇപ്പൊ സ്കൂൾ കുട്ടികൾ, 1 വയസ്സ് മുതൽ 10 വയസ്സ് വരെയുള്ള കുട്ടികളുടെ അപകട ഇൻഷുറൻസ്, അത് വീട്ടിൽ കളിക്കുകയാണെങ്കിലും സൈക്കിൾ ചവിട്ടുമ്പോഴായാലും എവിടെയായാലും അപകട ഇൻഷുറൻസ്, 1ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെയുള്ളവരുടെ ഇൻഷുറൻസ്. ഒന്ന് ആലോചിച്ച് നോക്കി, ഡിഗ്രി വരെയുള്ള വിദ്യാഭ്യാസം സൗജന്യമാക്കി. ആർട്സ് ആൻഡ് സയൻസ്. യെസ്, ആർട്സ് ആൻഡ് സയൻസ്. PhD വിദ്യാർത്ഥികൾക്ക് പ്രത്യേകം ഒരു സ്റ്റൈഫൻഡും കിട്ടാത്തവർക്ക് 15,000 സ്റ്റൈഫൻഡ്. എന്ന് മുതൽ അങ്ങ് എടുത്തു നോക്കിയാൽ സാമൂഹ്യ വികസനത്തിന്റെ എല്ലാ മേഖലയും, പശ്ചാത്തല വികസനത്തിന്റെ എല്ലാ മേഖല, 10 കൊല്ലമായി നടന്നുകൊണ്ടിരിക്കുന്ന വികസനത്തിന്റെ പൂർത്തീകരണം, അത് അന്തസ്സായി പറയുക. 17 വർഷം മുൻപേ വിഴിഞ്ഞം പദ്ധതി പൂർത്തീകരിക്കുമെന്ന് ഇച്ഛാശക്തിയോടെ പറയാൻ ഒരു ഗവൺമെന്റിന് കഴിയുന്നുണ്ടെങ്കിൽ അത് LDF ഗവൺമെന്റിന് മാത്രമാണ്. വികസിത പ്രവർത്തനങ്ങൾ വൈകാറുണ്ട്, പക്ഷെ 17 വർഷം നേരത്തെ. ഇപ്പൊ പറഞ്ഞല്ലോ കേരളയിലുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്താ ധനകാര്യമന്ത്രി പറഞ്ഞ്, പേരിലല്ല കാര്യം, അതിന്റെ ടെക്നോളജിയിലല്ല കാര്യം, ഇച്ഛാശക്തിയോടെ നടപ്പാക്കാൻ വേണ്ടിയിട്ടുള്ള ഉത്തരവാദിത്വം, പ്രഖ്യാപനം. അതും പറയുമ്പോ 3 ദിവസം മുമ്പ് കെ സുധാകരൻ പറഞ്ഞു ഞങ്ങൾ അനുവദിക്കില്ല, സമരം തുടരും. 2 ദിവസം കഴിഞ്ഞപ്പോൾ എന്തിയെ പ്രതിപക്ഷ നേതാവ് മാറ്റി പറഞ്ഞേ? കാരണം LDF ഗവൺമെന്റ് പ്രഖ്യാപിച്ചതാണെങ്കിൽ അത് വരും എന്ന് ഉറപ്പുള്ളത് കൊണ്ട് VD സതീശൻ പറഞ്ഞു കുഴപ്പമില്ല, അതിവേഗ പാതയാകാം. ഇതുപോലെ തന്നെ ഓരോ മേഖല എടുത്ത് പരിശോധിക്കുക. ടച്ച് ചെയ്യാത്തൊരു മേഖലയില്ല. ഓരോ മേഖലയിൽ നിന്നുള്ളവരുണ്ട്. ഒറ്റ സെക്കൻഡ്, എന്നോട് ചോദിച്ച ചോദ്യം, ഈ 1000 രൂപ കൂട്ടി ആശാ വർക്കേഴ്സ് മാത്രമല്ല പറയണ്ടേ. 2 മാസം മുമ്പ് 1000 രൂപ കൂട്ടിയിരുന്നു, ഇപ്പോഴും 1000 കൂട്ടി, ഇപ്പൊ 9,000 ആയി. അതായത് ഈ ഗവൺമെന്റ് വരുമ്പോൾ 1000 ഉള്ളത് ഇപ്പോൾ 8,000 രൂപ കൂട്ടി 9,000 മാറി. ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് 9,000 രൂപ ഓണറോറിയമായി ആശാ വർക്കേഴ്സിന് കൊടുക്കുന്നുണ്ടെങ്കിൽ ഈ പരിപാടി ഇവിടെ നിർത്താം. ഞാനതാണ് ചോദിച്ചത്, നേരത്തെ ചെയ്യാമായിരുന്നു. ഇതിപ്പോ അവരുടെ സമരവും വെയിലും മഴയൊക്കെ ബജറ്റ് നേരത്തെ അവതരിപ്പിക്കാൻ പറ്റില്ലല്ലോ. കേൾക്കേണ്ടി വന്നു. ഇല്ല, ബജറ്റ് നേരത്തെ അവതരിപ്പിക്കാൻ പറ്റില്ലോ.